everyone, welcome back to X and Y Learning. അപ്പോൾ നമ്മുടെ CM Kids സ്കോളർഷിപ്പ് 2026ൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ സയൻസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ പാർട്ട് 11 ഓഫ് സോഷ്യൽ സയൻസ് ആണ് ഇന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഏരിയ കൂടി നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഫ്രം ദ ഫോളോയിങ് റൈറ്റ് ദ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ബിറ്റ്വീൻ ഇന്ത്യ ഈസ് സിറ്റുവേറ്റഡ്. അപ്പം നമ്മുടെ മാപ്പിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ മക്കളൊന്ന് നോക്കിക്കേ ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഏതാണ്? 8 ഡിഗ്രി 4 സെക്കൻഡ് നോർത്ത് ടു 37 ഡിഗ്രി 6 സെക്കൻഡ് നോർത്ത്. അതോ 10 ഡിഗ്രി 4 സെക്കൻഡ് നോർത്ത് ടു 39 ഡിഗ്രി 6 സെക്കൻഡ് നോർത്ത് ആണോ? 6 ഡിഗ്രി 4 സെക്കൻഡ് നോർത്ത് ടു 35 ഡിഗ്രി 6 സെക്കൻഡ് നോർത്ത് ആണോ? 12 ഡിഗ്രി 4 സെക്കൻഡ് നോർത്ത് ടു 37 ഡിഗ്രി 6 സെക്കൻഡ് നോർത്ത് ആണോ? ഏതാണ് ആൻസർ വരുന്നത്? വടക്കുള്ളതാണ് കേട്ടോ ചോദിക്കുന്നത്, ലാറ്റിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് വരുന്നത് ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും മസ്റ്റായിട്ട് അറിയേണ്ട ഒന്നാട്ടോ. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. ലാറ്റിറ്റ്യൂഡ് ഫ്രം 8 ഡിഗ്രി 4 സെക്കൻഡ് നോർത്ത് ടു 37 ഡിഗ്രി 6 സെക്കൻഡ് നോർത്ത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്താണ്? അറേഞ്ച് ദ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടന്ന വർഷം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആദ്യം നടന്നത് മുതൽ അവസാനം നടന്നത് വരെ നമ്മുടെ ഓർഡറിൽ എഴുതാനാണ്, ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേതാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവൻറ്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ സോൾട്ട് സത്യാഗ്രഹം ഉണ്ട്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ഉണ്ട്, വൈക്കം സത്യാഗ്രഹം ഉണ്ട്, മലബാർ റെബല്യൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുള്ള വർഷം ഏതാണ്? ആദ്യം നമുക്ക് വർഷം എഴുതിയിട്ട് ആൻസർ എന്താണെന്ന് പറയാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം കേട്ടോ. അപ്പോൾ സോൾട്ട് സത്യാഗ്രഹം നടന്നിട്ടുള്ളത് 1930 അല്ലേ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942 നടന്നത്. വൈക്കം സത്യാഗ്രഹം നടന്നത് നമ്മുടെ കേരളത്തിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമരമാണ് കേട്ടോ, എന്തായാലും പഠിക്കണേ. അതേതാണ് വർഷം? 1924 നടന്നിട്ടുള്ളത്. മലബാർ റെബല്യൻ, മലബാർ കലാപം, മാപ്പിള കലാപം എന്നൊക്കെ പറയുന്നത് എന്നാ നടന്നത്? 1921 നടന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓർഡർ നോക്കുവാണെങ്കിൽ എന്താണ്? 4, 3, 1, 2 അല്ലേ. 4, 3, 1, 2 എന്ന് വരുന്നത് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ നമുക്ക് ഓരോ ഇവൻറ്റ്സ് ഒന്ന് നോക്കാം. ആദ്യത്തേത് ഏതായിരുന്നു? സോൾട്ട് സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം അല്ലേ. അപ്പോൾ ഈ ഉപ്പു സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിലായിരുന്നു? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അത് നടത്തിയത് ആർക്കെതിരെയായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ. നടത്താനുള്ള കാരണം എന്താ? ഈ ബ്രിട്ടീഷുകാർ അവർ ഭരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ ആളുകൾക്ക് മേൽ, അതായത് ഇന്ത്യക്കാരുടെ മേലിൽ സോൾട്ട് ടാക്സ് ഏർപ്പെടുത്തി, അതായത് ഉപ്പിന് നികുതി ഏർപ്പെടുത്തി. അപ്പം അതിൽ പ്രതിഷേധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മഹാത്മാഗാന്ധിയും നമ്മുടെ സ്വതന്ത്ര സമര സേനാനികളും കൂടിയിട്ട് ഉപ്പു സത്യാഗ്രഹം നടത്തുന്നത്. ഈ ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത് ഒരു എന്താണ്, നമ്മുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ഉണ്ടല്ലോ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഉപ്പു സത്യാഗ്രഹം നടത്തുന്നത് കേട്ടോ. സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധിയുടെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത്. ഇനി ഇത് നടന്ന ദിവസം 12 മാർച്ച്, നടന്ന ദിവസമല്ല, ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? മാർച്ച് 12, 1930 1930 മാർച്ച് 12 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇവരെന്താ ചെയ്തതെന്നറിയോ? എങ്ങനെയാണ് ഇവർ സമരം ചെയ്തത്? ഇവർ സമരം ചെയ്തത് സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ, ഗുജറാത്തിലെ സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ ഗാന്ധിജിയും കൂട്ടുകാരും എന്ത് ചെയ്തു? കാൽനടയായിട്ട് യാത്ര ചെയ്തിട്ട്, കാൽനടയായിട്ട് നടന്നു പോയിട്ട് അവർ കടലിൽ നിന്ന് ഉപ്പ് കുറുക്കിയിട്ടാണ് അവർ എന്ത് ചെയ്തത്? നിയമലംഘനം ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം 1930 ആണ്. എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെയായിരുന്നു. ആരുടെ അണ്ടറിലായിരുന്നു? മഹാത്മാഗാന്ധിയുടെ അണ്ടറിലായിരുന്നു. അത് ഏത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ. കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ സോൾട്ട് ടാക്സ് ഏർപ്പെടുത്തിയതാണ്. ഓക്കെ ആണല്ലോ. ഇനി ഉപ്പു സത്യാഗ്രഹത്തിൽ നിന്നുള്ള എന്ത് ക്വസ്റ്റ്യൻ വന്നാലും മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ.
അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്തത് ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആയിരുന്നു. ഇതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നമുക്ക് 1942 നടക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് എന്ത് കിട്ടാറായിട്ടുണ്ട്? ഫ്രീഡം കിട്ടാറായ സമയത്താണ് എന്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ടുള്ള സമരമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ടുപോവുക എന്ന് പറഞ്ഞിട്ട് നടത്തിയതാണ്. ഇത് ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? ഓഗസ്റ്റ് 8, 1942. ഓക്കെ, നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നുണ്ട്. അത് ഏത് ദിവസമാണെന്ന് മക്കളൊന്ന് കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഇതും ആരുടെ അണ്ടറിലായിരുന്നു? അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ലീഡർഷിപ്പിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും നടന്നിട്ടുള്ളത്. ഇനി ഈ സമരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലോഗനാണ് അല്ലെങ്കിൽ മുദ്രാവാക്യമാണ് എന്ത്? ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, പഠിച്ചിട്ട് വേണം പോവാൻ കേട്ടോ. ഡു ഓർ ഡൈ എന്ന് പറയുന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് ആൻസർ പറയേണ്ടത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഓക്കെ, അടുത്ത സമരം അല്ലെങ്കിൽ അടുത്ത ഇവൻ്റ് എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹ ആയിരുന്നു. നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒന്നാണ് എന്ത്? വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്നത്. നമ്മുടെ വൈക്കത്തുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിൽ എന്തുണ്ട്? താഴ്ന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ അവർണർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു? നമുക്കിവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും അങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ക്ഷേത്രത്തിൽ, വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ TK മാധവൻ, KP കേശവമേനോൻ പോലുള്ള ലീഡേഴ്സിൻ്റെ അണ്ടറിൽ നടത്തിയിട്ടുള്ള സമരമാണ് എന്ത്? വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്നത്. ഇത് തുടങ്ങിയത് എന്നാണ്? ഈ സമരം തുടങ്ങിയത് എന്നാണെന്നറിയോ? 30th March 1924, 1924 മാർച്ച് 30 ഈ സമരം തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഇതേപോലെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു സമരം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഏതായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ. ഓക്കെ, അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഗുരുവായൂർ സത്യാഗ്രഹനെ കുറിച്ച് ഒന്ന് വായിച്ചിട്ട് ഏത് വർഷമാണ്, ലീഡേഴ്സ് ആരൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത് എന്നുള്ളത് കൂടെ ഒന്ന് വായിച്ചിട്ട് വേണം കേട്ടോ എക്സാമിന് പോവാൻ. ഇനി നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ ഏതായിരുന്നു? മലബാർ റെബല്യൺ, മലബാർ കലാപം, മാപ്പിള ലഹള എന്നൊക്കെ പറയുന്നത് അല്ലേ. അത് വളരെ ഈസി, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ബട്ട് സ്റ്റിൽ അത് നടന്ന വർഷം ഏതാണ്? 1921 to 1922, 1921 കലാപം എന്നൊക്കെ പറയില്ലേ. അപ്പം അത് നടന്നത് 1921. മലബാർ റീജിയനിലുള്ള മാപ്പിള മുസ്ലിംസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സമരം എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. അവരെന്തിനായിരുന്നു ഈ സമരം ചെയ്തത് അല്ലെങ്കിൽ ആർക്കെതിരെയായിരുന്നു? ഒബ്വിയസ്ലി ബ്രിട്ടീഷ് റൂളിനെതിരെയാണ്. അതിൻ്റെ കൂടെ തന്നെ ലോക്കൽ ലാൻഡ് ലോഡ്സ്, അവരുടെ നാട്ടിലുണ്ടായിരുന്ന ജന്മികൾക്കെതിരെ കൂടിയായിരുന്നു എന്ത് ചെയ്തത്? അവർ ഈ ഒരു സമരം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഖിലാഫത്ത് പ്രസ്ഥാനം, അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, ഇതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? 1921 മലബാർ കലാപം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് അത് കുറച്ച് വയലൻസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു? വേറെ ഒരു ഗതിയായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഏരിയയിൽ വരുന്ന ബാക്കി കുറച്ച് പോയിന്റ്സ് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതും കൂടെ പഠിച്ചിട്ട് വേണം മക്കൾ പോവാൻ. നമുക്ക് ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വരിക എന്നറിയില്ല. അപ്പം നന്നായിട്ട് പഠിക്കുക. ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ബൈ.